സർ, നമ്മുടെ AKG സെൻറ്റർ ഇരിക്കുന്ന സ്ഥലം അറിയാമല്ലോ. ആ AKG സെൻറ്റർ കേരള സർവകലാശാലയുടെ ഭൂമി കയ്യേറി നിർമ്മിച്ചതാണ് എന്ന ഒരു ആക്ഷേപവും പരാതിയും ഉയർന്നിരിക്കുകയാണ്. സേവ് യൂണിവേഴ്സിറ്റി ഫോറം ആണ് പരാതിയുമായിട്ട് ഗവർണറെ സമീപിച്ചിരിക്കുന്നത്. പറ്റിയ ആളിൻ്റെ അടുത്താണ് പരാതി ചെന്നിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റിയുടെ ഭൂമി കയ്യേറി AKG സെൻറ്റർ നിർമ്മിച്ചു. ഇക്കാര്യത്തിൽ ഗവർണർ ഒരു അന്വേഷണത്തിന് തയ്യാറാകും. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയത്തിലാണ് AKG സെൻറ്റർ ഇരിക്കുന്നത്. അതെ. പിന്നെ ഇത് സർവകലാശാലയുടെ സ്ഥലം കയ്യേറി എന്നൊക്കെ ഉള്ളത് പരസ്യമാണ്, എല്ലാവർക്കും അറിയാതെ ഏറെ ചർച്ചയായിട്ടുള്ള കാര്യമാണ്. ഏതാണ്ടൊരു 55 സെൻറ്റോളം ഭൂമിയാണ് സർവകലാശാലയുടെ നിന്ന് കയ്യേറി. 15 സെൻറ്റ് യഥാർത്ഥത്തിൽ അനുവദിച്ചിട്ടുള്ളൂ. AK ആൻ്റണിയാണ് അത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അനുവദിച്ചു കൊടുത്തത്. ഇപ്പോഴല്ല, വർഷങ്ങൾ ഒരുപാടായി. ഈ AKG സെൻറ്റർ എന്ന് പറയുമ്പം ആൾക്കാർ ചോദിക്കും, അവിടെ ഇവിടെ എല്ലാ AKG സെൻറ്ററുകളും ഉണ്ട്, ഏതാണെന്ന് പറയണം. അത് പഴയ AKG സെൻറ്റർ, അതിപ്പോൾ AKG സെൻറ്റർ പഠന ഗവേഷണ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. അത് ഇതൊക്കെ പറഞ്ഞാലും ഉണ്ടല്ലോ, വലിയ ഒരു ലൈബ്രറിയും വലിയ ഹാൾ ഗവേഷണ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് എല്ലാവർക്കും അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റുമോ എന്നുള്ളതാണ് അതിനകത്തെ വേറൊരു ചോദ്യം. ഒരുവിധപ്പെട്ട ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയിൽ പോകുന്ന പോലെ അങ്ങ് കയറി ചെല്ലാൻ പറ്റത്തില്ല, വലിയ പാടാണ്. അവിടെ ഈ CPM-ൻ്റെ ആ ശരീരഭാഷയോടുകൂടി ഇരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതെ, ആ മല്ലന്മാരെ പോലെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പക്ഷേ അത് അവിടെ നമ്മൾ തേടിപ്പോകുന്ന എല്ലാ പുസ്തകങ്ങളും കിട്ടണമെന്നുമില്ല. അവരുടെ ചില മാർക്സിയൻ സാഹിത്യത്തിന്റെ ഒരു ഗ്രന്ഥശാലയാണ്, വായനശാലയാണത്. എനിക്ക് തോന്നുന്നു അത് മുഴുവൻ ഉപയോഗിച്ചിട്ടുള്ളത് P. ഗോവിന്ദപിള്ളയാണ് ആയിരിക്കണം. രാവിലെ വരും, ഒരു സഞ്ചിയൊക്കെ തൂക്കി, പിന്നെ സൈദ്ധാന്തിക ആചാര്യനായിരുന്നല്ലോ പാർട്ടിയുടെ. വൈകുന്നേരം വരെ അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരിക്കലും പുസ്തകം ഒഴിയത്തില്ല. വൈകുന്നേരം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചങ്ങ് നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീട് വരെ. ഏതാണ്ട് ഒരു 3-4 കിലോമീറ്റർ കാണും. അതെ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ചെറിയാമ്പലിപ്പും അവിടെ ഒരു മുറിയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അദ്ദേഹം ആ ലൈബ്രറിയൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചു. ഇപ്പോൾ അതൊരു പൂർണ്ണമായിട്ടും ഗവേഷണ കേന്ദ്രമാക്കി മാറ്റുന്നു എന്നാണ്. അതൊക്കെ നല്ലത് തന്നെ, ആയിക്കൊള്ളട്ടെ. പക്ഷെ സാർ, ഈ ഭൂമി അതാണ് പരാതി ചെന്നിരിക്കുന്നത് ഗവർണറുടെ അടുക്കലാണ്. ഗവർണർ ആണെങ്കിൽ എങ്ങനെ ഇവരെ പൂട്ടണം എന്നിങ്ങനെ, പ്രത്യേകിച്ചും കേരള യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പോൾ ഗവർണർ ഇങ്ങനെ അവസരം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത് പോകുമ്പോൾ വീണ്ടും അളക്കാൻ പറയുമായിരിക്കും അല്ലേ? എനിക്കറിയില്ല എന്താണ് ഗവർണറിന് എന്താണ് തീരുമാനിക്കുന്നതെന്ന് നമുക്കറിയാം. കാരണം അദ്ദേഹം സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ്. ഈ സേവ് എഡ്യൂക്കേഷൻ ഫോറം എന്ന് പറയുന്നത് നമ്മുടെ RS ശശികുമാറും അതെ നമ്മുടെ ഇദ്ദേഹം ഷാജർ ഖാനും ഒക്കെ ഉള്ളതാണ്. RS ശശികുമാറാണ് സർവകലാശാലയുടെ ഒരു സംരക്ഷകനായിട്ട് എപ്പോഴും. അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് ദുർവിനിയോഗം ചെയ്തതിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ കേസ് പോയതും ഒക്കെ അദ്ദേഹമാണ്. അതെ. പിന്നെ തക്കതായ രേഖയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതായത് സർവകലാശാലയിൽ രജിസ്ട്രാർ ആയിരുന്ന ചരിത്രകാരൻ ശ്രീധര മേനോൻ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് സർവകലാശാലയുടെ ഇത്ര സെന്റ് സ്ഥലമാണ് AKG സെന്ററിന് കൊടുത്തിരിക്കുന്നത്. ചരിത്രകാരൻ പറഞ്ഞതാണ്. അപ്പോൾ അതൊരു ഡോക്യുമെന്റ് ആണ്, ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് അളക്കാൻ പറയും. അല്ല, അത് മാത്രമല്ല സാർ, പഴയ ഈ അനുവദിച്ച സർക്കാർ രേഖകൾ ഉണ്ടാവുമല്ലോ. അതെ, കാരണം അന്ന് AK ആന്റണിയുടെ ഭരണകാലത്താണ് ഇത് അനുവദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും റവന്യൂ രേഖകൾ ഉണ്ടാവും. ആ റവന്യൂ രേഖകൾ എടുത്താൽ തന്നെ കള്ളി വെളിച്ചത്താവും. ഇത് കരമടച്ചിട്ടുള്ളത് ഏതാണ്, എത്ര സെന്റിനാണ്? വഞ്ചൂര് വില്ലേജിലാണ്. വഞ്ചൂർ വില്ലേജ്. അപ്പോൾ എത്ര സെന്റിന് കരമടച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. ഈ 15 സെന്റിനാണ് കരമടച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ വാർത്ത പുറത്തു വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ ശശികുമാർ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഈ 15 സെന്റ് പോയിട്ട് ബാക്കിയുള്ളത് സർക്കാർ പുറമ്പോക്കായിട്ട് വഞ്ചൂർ വില്ലേജ് ഓഫീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നടപടി എടുക്കേണ്ടി വരുമല്ലോ ഗവർണർ. അല്ല, അങ്ങനെ സാർ, അതിനകത്തൊരു കുനിഷ്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, പുറമ്പോക്കാണെങ്കിൽ സർക്കാരിന് ഇഷ്ടമുള്ളവർക്ക് പതിച്ചു കൊടുക്കാം, ന്യായമായ ആവശ്യങ്ങൾക്കായിട്ട് പതിച്ചു കൊടുക്കാം. അപ്പോൾ സർക്കാരിന് ഇനി എളുപ്പമായി പുറമ്പോക്കാണെന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണെങ്കിൽ പറഞ്ഞതുപോലെ
ഇത് പഠന ഗവേഷണ കേന്ദ്രമാണ്. പഠന ഗവേഷണ അപ്പോൾ പ്രയോജനമുള്ള അപ്പോൾ അവർക്ക് പതിച്ചു കൊടുക്കാം. പക്ഷെ ഇത് സർവകലാശാലയുടെ ഭൂമിയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ സർവകലാശാലയുടെ ഭൂമിയാണ് ഈ പറഞ്ഞതുപോലെ 15 സെന്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കി നമുക്കറിയാലോ, കേരള സർവകലാശാലയുടെ ഒരു മൂലയ്ക്കാണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇതെല്ലാം ഒരു മതിലിന്റെ വ്യത്യാസം, ഒരു മതിലിന്റെ വ്യത്യാസമേ ഉള്ളൂ. MLA ക്വാർട്ടേഴ്സ്, കൈരളി ചാനല്, സർവകലാശാല, AK സെന്റർ, പിന്നെ പുതിയ തൊട്ടിപ്പുറത്ത് പുതിയ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പാർട്ടി ഓഫീസ് കാര്യങ്ങളെല്ലാം അങ്ങോട്ടേക്ക് മാറ്റി. അപ്പൊ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇത്തരത്തിൽ അത് തടയാൻ പറ്റും. കാരണം ഗുണകരമായ കാര്യങ്ങൾക്ക് കൊടുക്കുന്നു എങ്കിൽ അല്ലേ. ഇത് പഠന ഗവേഷണ കേന്ദ്രമാണ്. ധാരാളം പേര് ഇവിടെ പഠനം നടത്തുന്നു, ഗവേഷണം നടത്തുന്നു, ഒക്കെ വരും. അതെ അതെ. ഇത് പക്ഷേ സാർ അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സർവകലാശാലയുടെ ഭൂമി എങ്ങനെയാണ് വില്ലേജ് ഓഫീസിൽ പുറമ്പോക്കായി മാറിയത്, അതൊക്കെ വലിയ അന്വേഷണ വിധേയമാക്കേണ്ട വിഷയം തന്നെയാണ്. ഭൂമി തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് അവിടെ ഒരു ചോദ്യം ഉയരില്ലേ? ഉയരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗവർണർ ഇതിനകത്ത് സമഗ്രമായ അന്വേഷണം, അതെ, അന്നത്തെ പഴയ റവന്യൂ രേഖകൾ അടക്കം എടുത്തുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം ആരംഭിച്ചാൽ അല്ലെങ്കിൽ അന്വേഷണം നടത്തിയാൽ അത് AKG സെന്ററിന് ഒരു വെല്ലുവിളി തന്നെയായി തീരും. ഈ AK ആന്റണി പിന്നെ CPM-നോട് ചില കാര്യങ്ങളിലൊക്കെ ഒരു 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 മൃദു സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. പൊതുവെ ഈ രാഷ്ട്രീയ പാർട്ടിയല്ലേ, അതുകൊണ്ട് അവരുടെ ഒരു ആസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇരിക്കട്ടെ എന്ന് കരുതിയായിരിക്കും 15 സെന്റ്. EMS-നോടൊക്കെ അതിബഹുമാനമായിരുന്നു AK ആന്റണിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് മുൻകാലങ്ങളിലെ വലിയ വിവാദമായിട്ടുള്ളതാണ്. ഇപ്പൊ ഇത് ഗവർണറുടെ അടുക്ക പോയത് കൊണ്ട് ഒരിക്കലല്ല സാർ, പലവട്ടം വിവാദമായതാണ്. ഓരോ വട്ടവും ഇങ്ങനെ ഇത് ഉയർന്നു വരും, എന്തെങ്കിലും മറ്റു വിഷയങ്ങൾ വന്ന് ഇതിനെ അങ്ങ് മൂടും. പണ്ട് നമ്മൾ ഈ പറയും ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ സമരവും അടിയും ബഹളവും ഒക്കെ ഉണ്ടാകുമ്പോൾ SFIക്കാരെല്ലാം കൂടെ ഇപ്പുറത്തെ ഗേറ്റിന്റെ അവിടെ, അത് ഈ പുറകിലത്തെ ഗേറ്റ് മതിൽ ചാടി കടന്നാൽ നേരെ പിന്നെ അവിടെ ഒരു ഭാഗം പൊളിച്ചിട്ടിട്ടുണ്ട്, ഒരാൾക്ക് ഇറങ്ങത്തക്ക രീതി നേരെ AK സെന്ററിലോട്ട് പോയിരിക്കാം. കാരണം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവരെയൊക്കെ എടുത്തിട്ട് കരുണാകരന്റെ കാലത്തൊക്കെ എടുത്തിട്ട് തല്ലുമായിരുന്നു. അപ്പോൾ ഇവരെ ഇങ്ങോട്ട് ചാടുമായിരുന്നു. കരുണാകരൻ ഒരു വലിയ ശ്രമം നടത്തിയ യൂണിവേഴ്സിറ്റി കോളേജിനെ ഇവിടുന്ന് അങ്ങ് മാറ്റാൻ, കാര്യവട്ടത്തേക്ക് കൊണ്ടുപോകും. എന്തിനാ? ഇവിടെ ഉള്ള ഒരു കാരണം ഇരിക്കപ്പുറത്ത് ഇല്ല. അല്ല, ഇവിടെ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയാണ് സമരം മുഴുവനും നടക്കുന്നത്. എല്ലാ ദിവസവും പകല്, പ്രത്യേകിച്ചും ഡോക്ടർ JV വിളനിലം വൈസ് ചാൻസലറായിട്ട് വന്ന സമയത്ത് നടന്ന സമരം എത്ര ട്രാൻസ്പോർട്ട് ബസ്സുകൾ, സർക്കാർ വാഹനങ്ങളൊക്കെ കത്തിക്കുകയായിരുന്നു പരസ്യമായി. എന്നിട്ട് ഇത് ഈ യൂണിവേഴ്സിറ്റി കോളേജ് താജ് ഹോട്ടലിന് കൊടുക്കാനുള്ള നീക്കം ഉണ്ടായിരുന്നു. അല്ല, അവര് വാങ്ങിക്കും. അതെ അതെ, നല്ല കണ്ണായ സ്ഥലമല്ലേ. അതെ, അതും പഴയ പിന്നെ വാസ്തു രീതി അനുസരിച്ച് ചെയ്തിട്ടുള്ള ഇതുമാണ്. അത് ഒരു ഹോട്ടലിന്റെ രീതിയിൽ അവർക്ക് മാറ്റിയെടുക്കാൻ അവർക്ക് കഴിയുമോ? എത്ര പാരമ്പര്യമുള്ള കോളേജാണ്. അത് ഈ ഹോട്ടലിന് കൊടുക്കുമോ ഇല്ല എന്നൊക്കെ ഉള്ളത് മറ്റൊരു വിഷയം. പക്ഷേ ഇതൊരു വലിയ തലവേദനയായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിൻ്റെ ഒരു ഭാഗം ഈ AKG സെന്ററിനും അതിലൊരു സംഭാവനയുണ്ട്. കാരണം ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന വിദ്യാർത്ഥികൾ പോലീസിന് കല്ലെറിഞ്ഞിട്ട് പുറകിലത്തെ മതിലുചാടി ഓടി AKG സെന്ററിൽ കയറിയിരിക്കുന്ന പതിവ് അക്കാലത്തുണ്ടായിരുന്നു. പലരും അത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഗവർണർ ഇക്കാര്യത്തിൽ ഒരു പിടി മുറുക്കും എന്നുള്ളത് ഉറപ്പാണ്. അതെ.